മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 98-ാമത്തെ ദശകത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ഭൂഷാസു സ്വർണമദ്വാ ജഗതി ഘടശരാവാദികേ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തദധുനാപ്യദ്വിതീയം വപുസ്തേ സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയവിധൗ ജീർണരജോശ്ചയദ്വത് വിദ്യാലാപേ തഥൈവ സ്ഫുടമപി വികസേത്. കൃഷ്ണ തസ്മൈ നമസ്തേ. ഇനി ആ മൂലപ്രകൃതിയിലെ ഒരു ബിംബം പോലെയാണ്, പ്രതിബിംബിക്കുന്നതാണ് പ്രപഞ്ചം എന്നുള്ളതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. സത്വേന അസത്തയാവ എന്നൊക്കെ പറഞ്ഞ് അത് ഉണ്ട് എന്ന് പറയാൻ വയ്യ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രതിബിംബം ആണ് പ്രപഞ്ചം എന്നുള്ളത് നേരത്തെ പറഞ്ഞു. അപ്പം ഇവിടെ പ്രപഞ്ചത്തിൽ ഉള്ളതായിട്ടുള്ള ഭഗവാന്റെ ഒരു പ്രതിബിംബമാണ് അത് എന്ന് പറഞ്ഞു. ഇനി ഈ പ്രതിബിംബവും ഭഗവാനും ഒന്ന് തന്നെയാണ് എന്നുള്ളത് പറയുകയാണ്. ഭൂഷാസു സ്വർണവത് വാ, സ്വർണവത് വാ എന്ന്, സ്വർണവത് വാ പദമുഖ്യ സ്വർണവത് വാ. അനവധി ആഭരണങ്ങളുണ്ടാവാം. കഴുത്തിൽ മാലയുണ്ട്, കയ്യിൽ വളയുണ്ട്, ചെവിയിൽ ആഭരണങ്ങളുണ്ട്, കടകങ്ങൾ, കുണ്ടലങ്ങൾ, ഇങ്ങനെ പല തരത്തിലുള്ള വീട്ടിലുള്ള ആഭരണങ്ങളുണ്ടല്ലോ. ഇതൊക്കെ എല്ലാറ്റിലും സ്വർണം തന്നെയാണ്. കഴുത്തിലുള്ളതായ മാല അതും സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. കയ്യിലെ വള അതും സ്വർണം കൊണ്ടാണ്. നീ കടകം എന്ന് പറഞ്ഞാൽ അതും സ്വർണം കൊണ്ടാണ്. കുണ്ടലം എന്ന് പറഞ്ഞാൽ അതും സ്വർണം കൊണ്ടാണ്. ഇങ്ങനെ ആഭരണങ്ങൾ പലതുണ്ടെങ്കിലും അതിലൊക്കെ പൊതുവായിട്ടുള്ള ഒന്നാണ് എന്ത്? സ്വർണം എന്നുള്ളത്. ഈ സ്വർണം എല്ലാറ്റിലും ഉണ്ട് അല്ലേ? ഈ ആഭരണങ്ങളിലൊക്കെ സ്വർണ്ണമുണ്ട്. അപ്പം അങ്ങനെ സ്വർണം എല്ലാറ്റിലും പൊതുവായിട്ട് വർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്വർണ്ണല്ലേ? മാല എന്ന് വെച്ചാൽ അതും സ്വർണ്ണമാണ്. വള എന്ന് വെച്ചാൽ അതും സ്വർണ്ണമാണ്. കടകം എന്ന് വെച്ചാൽ അതും സ്വർണ്ണമാണ്. ഇങ്ങനെ എല്ലാ ആഭരണങ്ങളിലും പൊതുവായിട്ടുള്ള ധർമ്മമാണ് ഏത്? സ്വർണം എന്നുള്ളത്. അതുമാതിരി പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള എല്ലാറ്റിലും പൊതുവായിട്ടുള്ള ധർമ്മമാണ് ആത്മാവ് എന്നുള്ളത്. എന്ന് എല്ലാറ്റിലും ആത്മാവുണ്ട് എന്ന് സാരം. എല്ലാം ആത്മാവ് തന്നെയാണ്. അതിലും കാണുന്നുണ്ട്, ഇതിലും കാണുന്നുണ്ട്, മറ്റതിലും കാണുന്നുണ്ട്, ഒക്കെ ആത്മാവ് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഭൂഷാസു സ്വർണവത് വാ, അതുമാതിരിയോ എൻ പ്രകാരമാണോ ഭൂഷകളിലൊക്കെ സ്വർണം ഉണ്ടായിരിക്കുന്നത് അതുപോലെയോ. ഇനി ജഗതി ഘടശരാവാദികേ മൃത്തികാവത്, അല്ലെങ്കിൽ ലോകത്തിലെ ജഗതി ഘടശരാവാദികേ, ഘടം കുടം, ചരാവം എന്ന് വെച്ചാൽ ചരാത തന്നെ, ചരാത്. ആ ഘടത്തില് എന്താ ഉള്ളത്? മണ്ണാണ് അല്ലേ? ശരാവത്തിലോ അതും മണ്ണാണ്. അതോടൊച്ചാലും മണ്ണല്ലേ? മണ്ണുകൊണ്ട് തന്നെയാണ് ശരാവം ഉണ്ടാക്കിയിട്ടുള്ളത്. കുടമുണ്ടാക്കിയിട്ടുള്ളത് മണ്ണുകൊണ്ടാണ്. ഇനി വേറെ മണ്ണുകൊണ്ട് കിണ്ടി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതും ശരാവം തന്നെ, അതും മണ്ണ് തന്നെയാണ്. ഇങ്ങനെ മണ്ണ് കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളിലും ആ മണ്ണ് എന്നുള്ളതായിട്ടുള്ള പൊതുതത്വം ഉണ്ട് അല്ലേ? ആ മണ്ണ് അതിൽ ഘടം എന്നുള്ളത് മണ്ണല്ല എന്ന് പറയാൻ പറ്റുമോ? ശരാവം എന്നുള്ളത് മണ്ണല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ മണ്ണ് തന്നെയാണ് എന്നുള്ളതാണ്. അതേമാതിരിയാണ് ഈ പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള ഓരോന്നിലും ഉള്ളത് ആത്മാവ് തന്നെയാണ് എന്ന് പറയാണ്. ഭൂഷാസു സ്വർണവത് വാ, ഭൂഷകളിലൊക്കെ സ്വർണം പൊതുവായിട്ട് ഉണ്ടാവുന്നത് പോലെയും ഘടശരാവാദിയെ, ഘടം, ശരാവം തുടങ്ങിയതിൽ, ചരാത തുടങ്ങിയവയിൽ മണ്ണ് പൊതുവായിട്ട് എപ്പോഴും ഉണ്ട് എന്നതുപോലെയും ശരാവാദിയെ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനേ. അതായത് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ തത്വം എന്നുള്ളത് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അപ്പം കാണാം ഈ ഭൂഷകളിലൊക്കെ സ്വർണം തന്നെയാണ്. ഭൂഷകളൊക്കെ സ്വർണം തന്നെയാണ്. കടം, ശരാവം തുടങ്ങിയതൊക്കെ
ചരാത് തന്നെയാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്നാണ്. എന്താണ് ഇത് എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ മണ്ണ് തന്നെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ സ്വർണം തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ യാതൊന്നാണോ ശോഭിക്കുന്നത് കടശരാവാദിയെ മൃത്തികാവ തത്വേ സഞ്ചിന്യമാനെ, അതിനെ പറ്റിയുള്ളതായിട്ടുള്ള തത്വം, യഥാർത്ഥ തത്വം അന്വേഷിച്ച് നോക്കിയാൽ അപ്പോൾ മനസ്സിലാവും ഇത് എല്ലാ ആഭരണങ്ങളിലും സ്വർണം തന്നെയാണ് എന്നും എല്ലാ പാത്രങ്ങളിലും മൺപാത്രങ്ങളിലും മണ്ണ് തന്നെയാണ് എന്നുള്ളതുമൊക്കെ മനസ്സിലാവും എന്നുള്ളതാണ്. ഘടശരാവാദിയെ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി യദധുനാപ്യദ്വിതീയം വപുസ്തേ. അതുമാതിരി തത്വേ സഞ്ചിന്യമാനേ, ആ തത്വം ആലോചിച്ചു നോക്കുകയാണെങ്കിൽ സ്ഫുരതി, വ്യക്തമായിട്ട് പ്രകാശിക്കും എന്നാണ്. എന്താണ് പ്രകാശിക്കുക? തദ്ധുനാ അഭി, ഇപ്പോഴും അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തത്വം വേണ്ട വിധത്തിൽ ആലോചിക്കുന്നവർക്ക് അതിന്നും പ്രകാശമാനമായി തന്നെ വർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി, പ്രകാശിക്കുന്നു എന്നുള്ളതാണ്. തദ്ധുനാ അഭി, ഇപ്പോഴും പ്രകാശിച്ചിരിക്കുന്നു. അദ്വിതീയം വപുസ്തേ, അങ്ങയുടെ ആ രണ്ടാമതൊന്നില്ലാത്തതായിട്ടുള്ള വപുസ്, അതായത് പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിലും ഈ ആഭരണങ്ങളിലൊക്കെ സ്വർണം ഉള്ളതുപോലെയും ഘടാദികളിലൊക്കെ മണ്ണ് ഉള്ളതുപോലെയും ഈ പ്രപഞ്ചത്തിലെ സർവപദാർത്ഥങ്ങളിലും അങ്ങ് വർത്തിക്കുന്നു. ആലോചിച്ചു നോക്കിയാൽ അങ്ങ് തന്നെയാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാവും. സ്ഫുരതി യദധുനാ അഭി, ഇപ്പോഴും അങ്ങനെ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നു. അദ്വിതീയം വപുസ്തേ, രണ്ടാമതൊന്നില്ലാതെ അങ്ങയുടെ വപുസ് തന്നെയാണ് ഇതിലൊക്കെ ശോഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങയുടെ ശരീരം തന്നെയാണ് ഇതിലൊക്കെ ശോഭിച്ചു കൊണ്ടിരിക്കുന്നത്. തദ്ധുനാപ്യദ്വിതീയം വപുസ്തേ. ഇനി അത് സ്വപ്നദ്രഷ്ടു പ്രബോധേ, ഉറങ്ങിക്കിടക്കണ ആൾക്ക് ആ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ആ ഉറക്കത്തിൽ കണ്ടതായിട്ടുള്ള, ആ സ്വപ്നത്തിൽ കണ്ടതായിട്ടുള്ള എല്ലതും ഇല്ല എന്ന് വരും അല്ലേ? അതൊന്നും അപ്പം ഇല്ല. ഉണർന്നു കഴിഞ്ഞാൽ ഈ സ്വപ്നത്തിൽ കണ്ടതായിട്ടുള്ള വസ്തുക്കളൊന്നും ഇല്ല. തിമിരലയ വിധവും ജീർണരജോശ്ച, അതുമാതിരി തന്നെ ആ ഇരുട്ടങ്ങട് മാറിക്കഴിഞ്ഞാൽ, ഒരു വിളക്ക് കാണിച്ച് ആ ഇരുട്ടങ്ങട് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഉണങ്ങിക്കിടക്കണതായിട്ടുള്ള രജ്ജു, അല്ലെങ്കിൽ ജീർണമായി കിടക്കുന്നതായിട്ടുള്ള രജ്ജു, അത് കാറ്റത്ത് ഇളകി എന്നൊക്കെ വരും. പക്ഷെ അത് രജ്ജു തന്നെയാണ്, അത് കയറാണ്, ചരടാണ്, അത് പാമ്പല്ല എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാകുന്നു. ജീർണരജോശ്ച യദ്വത്, എപ്രകാരമാണോ വിളക്ക് കൊണ്ടുവരുമ്പോൾ ഈ സർപ്പം അവിടെ ഇല്ലാണ്ടാവുന്നത്, അതുപോലെ സ്വപ്നദ്രഷ്ടു, സ്വപ്നം കാണുന്ന ആൾക്ക് ആ ഉണർന്ന ആ സ്വപ്നം ഇല്ലാണ്ടേ, അതൊക്കെ ഇല്ലാണ്ടാവുന്നു. അതുപോലെ പ്രബോധേ, പ്രബോധം ജ്ഞാനം ഉണ്ടാവുമ്പോൾ തദ്വത് വിദ്യാലാഭേ, തദ്വത് അതുപോലെ വിദ്യാലാഭേ, വിദ്യ ലഭിക്കുമ്പോൾ സ്ഫുടമപി വികസേത്, സ്ഫുടമായി വ്യക്തമായി വികസിച്ച് കാണാവുന്നത് യാതൊന്നാണോ, അതായത് ഭഗവാന്റെ രൂപം തന്നെയാണ് പിന്നെ അവിടെ കാണുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന് നമസ്കാരം എന്ന്. വിദ്യാലാഭേ തഥൈവ സ്ഫുടമപി വികസേത്, അങ്ങനെ സ്ഫുടമായിട്ട് വികസിച്ച് കാണുന്നത് യാതൊന്നാണോ, തെളിഞ്ഞ് കാണുന്നു. വികസിക്കുക എന്ന് വെച്ചാൽ അവിടെ തെളിഞ്ഞ് കാണുക എന്നുള്ള അർത്ഥത്തിലാണ്. വികസേത്, അത് യാതൊന്നാണോ വികസിച്ച് കാണുന്നത്, കൃഷ്ണ തസ്മൈ നമസ്തേ, അപ്രകാരമുള്ളതായിട്ടുള്ള ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം എന്ന്. ഇത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഉദാഹരണം. അതായത് ഉറക്കം കിടക്കുന്നു കഴിഞ്ഞാൽ ഉണർന്ന് നോക്കുമ്പോൾ അവിടെ സ്വപ്നമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാവണു. ബാക്കി അത് ജാഗ്രത അവസ്ഥയിൽ എന്ത് കാണുന്നു അത് മാത്രമേ ഉള്ളൂ പിന്നെ എന്നുള്ളതാണ്. അതുമാതിരി തിമിരലയ വിധവും, ഇരുട്ട് ഇല്ലാതായി കഴിയുമ്പോൾ ജീർണരജ്ജു ഇല്ലാതെ അല്ല, സർപ്പമില്ലാതെ കണ്ട് ജീർണരജ്ജു മാത്രമായിട്ട് തീരുന്നു അവിടെ. അപ്പം അതുപോലെയാണ് ഈ പ്രബോധമുണ്ടാകുമ്പോൾ അജ്ഞാനം കൊണ്ടുണ്ടായിട്ടുള്ളതായിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതെ കണ്ടാകുന്നു. പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള
അവസ്ഥ വരുന്നു. ഇങ്ങനെ തിമിരം മാറുമ്പോൾ, വിദ്യാലാഭം ഉണ്ടാകുമ്പോൾ ആരുടെ ബോധമാണോ ഉണ്ടാകുന്നത് അപ്രകാരമുള്ള ഭഗവാന് നമസ്കാരം എന്ന് പറയുന്നു. ഭൂഷാസു സ്വർണവദ്വാ ജഗതി കടശരാവാധികേ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തദധുനാപ്യദ്വിതീയം വപുസ്തേ സ്വപ്നദൃഷ്ടു പ്രബോധേ തിമിരലയവിധൗ ജീർണരജോശ്ച യദ്വദ് വിദ്യാലാഭേ തഥൈവ സ്ഫുടമഭി വികസേത്. കൃഷ്ണ തസ്മൈ നമസ്തേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. സ്വർണം പണ്ടത്തിലെ പോൽ കലശമതു ചരാതാദിയൽ മണ്ണുപോലെ വിശ്വത്തിൽ നീയൊരുത്തൻ ബഹുവിധ വപുവായി ശോഭയോടെ വസിപ്പൂ. സ്വപ്നം കണ്ടിട്ടുണർന്നോൻ കയറിനെ വെളിവായി കണ്ടറിഞ്ഞെന്ന പോലെ വിജ്ഞാനം വന്നു തത്വം തവ തെളിയുമതാം. കൃഷ്ണ നിന്നെ നമിപ്പൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.